തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ വെട്ടിക്കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ വ്യവസായി ആര്? പ്രവാസി വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ റാഫേലിനെതിരെയാണ് കൊട്ടേഷൻ ആരോപണം. കൊട്ടേഷൻ കൊടുത്തത് റാഫേൽ എന്ന് ആക്രമിക്കപ്പെട്ട രാഗം സുനിൽ തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. സിനിമാ വിതരണത്തിലെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് വധശ്രമത്തിന് കാരണമെന്നാണ് മൊഴി. സുനിലിനെ വെട്ടിയ 2 ഗുണ്ടകൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും കൊട്ടേഷൻ ഇടപാടിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കേസിൽ ഒളിവിലുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. തൃശൂർ രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനെ വെട്ടിക്കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയത് പ്രവാസി വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ റാഫേൽ എന്നാണ് ആരോപണം. ആക്രമിക്കപ്പെട്ട സുനിൽ തന്നെയാണ് പരാതി ഉന്നയിക്കുന്നത്. തന്നെ വെട്ടിക്കൊല്ലാൻ സിജോയ്ക്ക് കൊട്ടേഷൻ നൽകിയത് റാഫേലാണെന്ന് സുനിൽ പറയുന്നു. സിനിമാ വിതരണത്തിലെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി റാഫേലുമായി തർക്കമുണ്ടായിരുന്നു. 1 വർഷം മുമ്പ് സിജോ ഭീഷണിപ്പെടുത്തിയത് റാഫേൽ പറഞ്ഞിട്ടാണ്. സിജോയും റാഫേലും 1 വർഷം മുമ്പത്തെ കേസിൽ കൂട്ടുപ്രതികളാണ്. സുനിലിനെ വെട്ടിയ കേസിൽ റിമാൻഡിലാണ് സിജോ. ഇരിങ്ങാലക്കുട മാസ് തിയേറ്റർ ഉടമയാണ് റാഫേൽ പോഴോലിപ്പറമ്പിൽ. സുനിലിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 ഗുണ്ടകൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ആലപ്പുഴ കരുവാറ്റ സ്വദേശികളായ ആദിത്യനും ഗുരുദാസുമാണ് അറസ്റ്റിലായത്. സുനിലിന്റെ ഡ്രൈവറെ ഇടംകൈ കൊണ്ട് വെട്ടിയത് ആദിത്യനായിരുന്നു. ഗുണ്ടകൾക്ക് കൊട്ടേഷൻ നൽകിയ സിജോ നേരത്തെ പിടിയിലായിരുന്നു. 1 വർഷം മുമ്പ് തിയേറ്ററിൽ വന്ന് സുനിലിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സിജോ. കൂടാതെ ഗുണ്ടകൾക്ക് കാറുകൾ തരപ്പെടുത്തിയ 3 പേരും പിടിയിലായിരുന്നു. 3 ലക്ഷം രൂപയ്ക്ക് പ്രവാസി വ്യവസായിയാണ് കൊട്ടേഷൻ നൽകിയത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്ക് എത്തിയത്. പ്രതികൾ സഞ്ചരിച്ച കാറിനെപ്പറ്റി പോലീസിന് നിർണായക വിവരം ലഭിച്ചിരുന്നു. പിന്നാലെയാണ് ഇവരെ പിടികൂടുന്നത്. പ്രവാസി വ്യവസായിയുടെ വിശ്വസ്തന്റെ കാറാണിതെന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. രാത്രി 10 മണിയോടെയാണ് വെളപ്പായിലെ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ച് കൊട്ടേഷൻ ആക്രമണം ഉണ്ടായത്. കാറിൽ വന്ന് ഗേറ്റ് തുറക്കാൻ ഇറങ്ങുന്നതിനിടെ ആദ്യം ഡ്രൈവറെയും പിന്നീട് സുനിലിനെയും ആയുധധാരികളായ 3 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. ന്യൂസ് 18 തൃശൂർ.